ധാരാളം ആളുകൾക്ക് സ്വയം തൊഴിലിന് വേണ്ടി സ്കൂട്ടർ പോലുള്ള സംവിധാനങ്ങൾ നൽകി അവരത് ഉപയോഗിച്ചുകൊണ്ട് ഉപജീവനമാർഗ്ഗം നടത്തുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇതോടൊപ്പം തന്നെ പുലത്ത് നമ്മൾ കുടുംബശ്രീക്ക് ഒരു വിപണന കേന്ദ്രം കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഇപ്പോൾ ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് 5 സ്ത്രീകൾ കൂടി ചേർന്നുകൊണ്ട് നമ്മുടെ ഓഡിറ്റോറിയങ്ങൾക്കും മറ്റും തന്നെ പാത്രങ്ങൾ വാടകയ്ക്ക് കൊടുക്കുകയും അവിടെ ചെന്ന് അത് കൈകാര്യം ചെയ്തതിൻ്റെ ഫലമായി അതുകൊണ്ട് ജീവിച്ചു പോകുന്ന 2 യൂണിറ്റുകൾ തൃക്കലങ്കോട് പഞ്ചായത്തിൽ ഇപ്പോൾ തന്നെയുണ്ട്. കൂടുതൽ യൂണിറ്റുകൾ ആരംഭിക്കാൻ വേണ്ടി കഴിയും. ഇതോടൊപ്പം തന്നെ കരിക്കാട് പകൽ വീടിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മൾ പുതിയൊരു ഹെൽത്ത് ക്ലബ്ബ് സ്ത്രീകൾക്ക് വേണ്ടി കെട്ടിടം തന്നെ പുതുതായിട്ട് പണിയാണ്. സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും അതിനകത്ത് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. അതോടൊപ്പം തന്നെ നമ്മൾ ടൈലറിങ് യൂണിറ്റ്, അതുപോലുള്ള വ്യക്തിഗത ആനുകൂല്യങ്ങൾ പോലുള്ള ധാരാളം സംവിധാനങ്ങൾ, ഞാൻ വിസ്താരഭയത്താൽ നീട്ടിപ്പറയുന്നില്ല, ഇത്തരം സംവിധാനങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കൂടാതെ നമ്മൾ വയോജനങ്ങളുടെ കാര്യം നേരത്തെ പറഞ്ഞു, ഭിന്നശേഷിക്കാരെന്ന് നേരത്തെ പറഞ്ഞു. ഇനിയിപ്പോൾ SC വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. SC വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ കുട്ടികൾക്കും UP സ്കൂളിൽ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും മേശയും കസേരയും നൽകിയിട്ടുണ്ട്. 1-2 കുട്ടികൾക്കില്ല, പഞ്ചായത്തിനകത്തുള്ള മുഴുവൻ SC വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കും. അതേപോലെ തന്നെ 8-9 ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് 2 വർഷം മുമ്പ് വരെ പഠിച്ച പെൺകുട്ടികൾക്ക് സൈക്കിൾ നൽകാൻ വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ സ്പീക്കർ വന്നാണ് ഈ പദ്ധതിയുടെയൊക്കെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത്. കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ ലാപ്ടോപ്പ് നൽകുകയാണ്. ഇപ്പോഴും പഞ്ചായത്തിനകത്ത് 10-20 ലാപ്ടോപ്പ് വന്ന് കിടക്കുന്നുണ്ട്. അതിൻ്റെ വിതരണം ഒരു പബ്ലിസിറ്റി ഒന്നുമില്ലാതെ അടുത്ത ആഴ്ചയിൽ നമ്മൾ നടത്താൻ വേണ്ടി പോവുകയാണ്. എല്ലാ കുട്ടികൾക്കും കൊടുക്കുകയാണ്. ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് മെറിറ്റോറിയൽ സ്കോളർഷിപ്പ് ജില്ലാ പഞ്ചായത്ത് തന്നെ ഒരിക്കൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹായത്തോടുകൂടി പരമാവധി കുട്ടികൾക്ക് അത് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. SC വിഭാഗത്തിലെ മുഴുവൻ വീടുകളിലും നമ്മൾ കുടിവെള്ള ടാങ്ക്, അതായത് വെള്ളം ശേഖരിച്ച് വെക്കാനുള്ള 500 ലിറ്റർ PVC ടാങ്ക് നമ്മൾ വിതരണം ചെയ്തിട്ടുണ്ട്. എല്ലാം സമ്പൂർണ്ണമായിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പാവപ്പെട്ട ഇത്തരം കുടുംബങ്ങളിൽ അവിടുത്തെ പ്രായം ചെന്ന ആളുകൾക്ക് കയറി കിടന്നുറങ്ങാൻ കട്ടിലുണ്ടായിരുന്നില്ല. നമ്മുടെ ഈ 5 വർഷം കൊണ്ട് നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ SC വിഭാഗത്തിൽപ്പെട്ട 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്കും നമ്മൾ കട്ടിൽ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കട്ടിൽ മാത്രം SC വിഭാഗത്തിലെ ജനറൽ വിഭാഗത്തിലെ ആളുകൾക്കും കട്ടിൽ നൽകാൻ വേണ്ടി കഴിഞ്ഞു. ഈ രീതിയിൽ ഓരോ മേഖല എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിലും എല്ലാവർക്കും അനുയോജ്യമായ പുതിയ പുതിയ പ്രൊജക്റ്റുകൾ, ഞാൻ ഇവിടെ ഈ എണ്ണിപ്പറഞ്ഞ പ്രൊജക്റ്റുകൾ ഒന്നും തന്നെ കഴിഞ്ഞ 5 വർഷത്തിന് മുമ്പ് നമ്മുടെ പഞ്ചായത്തിനകത്ത് ഒന്നും നടന്നിട്ടില്ല. ധാരാളം പ്രൊജക്റ്റുകൾ ഈ രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം നല്ല രീതിയിൽ വിജയിപ്പിച്ചെടുക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇതേപോലെ മറ്റുള്ള മേഖല എടുത്തു നോക്കുക. തെരുവിളക്കുകൾ, തൃക്കലങ്കോട് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ തെരുവിളക്കുകളും, അതായത് ഒരു 90% തെരുവിളക്കുകളും കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി പറയാൻ വേണ്ടി കഴിയും. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇതായിരുന്നില്ല അവസ്ഥ. തൃക്കലങ്കോട് ഗ്രാമപഞ്ചായത്തിലെ തെരുവിളക്കുകൾ പഞ്ചായത്ത് 10 ലക്ഷമോ 15 ലക്ഷമോ തെരുവിളക്ക് റിപ്പയർ എന്ന രീതിയിൽ വെക്കും. പക്ഷെ അത് ആരെങ്കിലും വന്ന് റിപ്പയർ എടുക്കും. അത് ടെൻഡർ കഴിഞ്ഞ് പോയാൽ വർഷത്തിൽ 1 പ്രാവശ്യം അത് വന്ന് നന്നാക്കിയവർ പോകും. ആകെ കേവലം 10, 25, 30 ദിവസം കത്തുന്ന ഒരു സംവിധാനമാണ് തൃക്കലങ്കോട് പഞ്ചായത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആ പദ്ധതി തന്നെ ആകെ മാറ്റിമറിച്ചുകൊണ്ട് പുതിയ പദ്ധതി അതിൽ നടപ്പാക്കുകയാണ്. നമ്മൾ പഞ്ചായത്ത് തന്നെ എല്ലാ സാധനങ്ങളും നിയമപരമായിട്ടുള്ള വഴിയിലൂടെ തന്നെ വാങ്ങി വെക്കുകയും പഞ്ചായത്ത് ഒരു തൊഴിലാളിയെ അതിനുവേണ്ടി നിയോഗിക്കുകയും ചെയ്യുകയാണ്. എല്ലാ ദിവസവും തൊഴിലാളി പഞ്ചായത്തിൽ വരും. ഏതൊക്കെ പോസ്റ്റിലാണ് കത്താത്തത് നോക്കും, അവിടെ പോയി ഇത് മാറ്റിയിടുകയാണ്. അതിനുവേണ്ടിയുള്ള സംവിധാനം പഞ്ചായത്ത് ഏർപ്പെടുത്തിയിരിക്കുക. 23 വാർഡും 1000കണക്കിന് ലൈറ്റുകളുള്ളത് കൊണ്ട് ചിലപ്പോൾ പറഞ്ഞാൽ പിറ്റേന്ന് തന്നെ ചെയ്യാൻ കഴിയില്ല. എന്നാലും 2 ആഴ്ചക്കുള്ളിൽ ഇത്തരം ബൾബുകളൊക്കെ നമുക്ക് മാറ്റിക്കൊടുക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇതൊരു വലിയ മാറ്റമാണ്. മറ്റതെന്താ വെച്ചാൽ ലക്ഷക്കണക്കിന് ഉറുപ്പിക ഓരോ മാസവും കറണ്ട് ബില്ലടക്കും എന്ന ഒരു ലൈറ്റിൻ്റെ കത്തുന്ന അവസ്ഥയുണ്ടായിരുന്നില്ല. ഇപ്പോൾ എല്ലാ ലൈറ്റുകളും കത്തിക്കാൻ, തെരുവിളക്കുകൾ ഏറ്റവും നല്ല രീതിയിൽ സംരക്ഷിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ധാരാളം മിനി മാസ്റ്റുകൾ, പ്രധാനപ്പെട്ട എല്ലാ കവലകളിലും ചെറിയ ചെറിയ മിനി മാസ്റ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് ആ ഗ്രാമങ്ങളെയൊക്കെ പ്രകാശപൂരിതമാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്.